ഹലോ എവരി വൺ, എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അക്കാഡമിക്സ് PSCയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അപൂർവദാസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് വളരെ ചെറിയ ഒരു കാര്യം, എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒന്ന് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. കുറച്ച് ദിവസങ്ങളായി, പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ മെയിൻസ് അടുക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഇടയ്ക്ക് വരുന്നൊരു ചോദ്യമാണ് കറണ്ട് അഫെയർസ് പഠിക്കേണ്ടതുണ്ടോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ പറയാം എന്ന് കരുതുകയാണ്. അപ്പോൾ കറണ്ട് അഫെയർസ് മെയിൻസിൻ്റെ സിലബസിൽ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ഉൾപ്പെടെയുള്ള മെയിൻ സിലബസിൽ നോക്കുന്ന സമയത്ത് അവിടെ സെപ്പറേറ്റ് ആയിട്ടൊരു കറണ്ട് അഫെയർസ് എന്ന് പറയുന്നൊരു ഭാഗം കാണുന്നില്ല. അതിൻ്റെ അർത്ഥം കറണ്ട് അഫെയർസ് പഠിക്കേണ്ട എന്ന് തന്നെയാണോ? ഇനി അതല്ല, ജനറലി നമ്മുടെ PSC എക്സാമുകളിൽ കറണ്ട് അഫെയർസ് പഠിക്കണോ? ഇനി പഠിക്കണമെങ്കിൽ എങ്ങനെ പഠിക്കണം? പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് ചോദ്യങ്ങളായിട്ട് വരാറുള്ളത്. ഒന്ന്, തീർച്ചയായിട്ടും എന്താണ്, ഷുഡ് ഐ സ്റ്റഡി കറണ്ട് അഫെയർസ്? കറണ്ട് അഫെയർസിന് വേണ്ടി സമയം കളയേണ്ടതുണ്ടോ? ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് പറയുന്നത്, ഹൗ ഷുഡ് ഐ പ്രിപ്പയർ? എങ്ങനെ പഠിക്കണം? എവിടെ നിന്ന് പഠിക്കണം? കറണ്ട് അഫെയർസ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് മാത്രം പഠിക്കേണ്ട ഒരു കാര്യമാണോ? രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, നമുക്ക് കുറേ PDF ഓരോ സ്ഥലത്ത് കിട്ടുന്നുണ്ടല്ലോ, PSC ബുള്ളറ്റിൻ കിട്ടുന്നുണ്ട്, ഇങ്ങനെ PDFകൾ അങ്ങ് വായിച്ചാൽ മതിയോ? ഇതാണല്ലോ 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഈ 3 ചോദ്യങ്ങളും അഡ്രസ്സ് ചെയ്യാനാണ് നമ്മൾ വളരെ ചുരുങ്ങിയ സമയത്തിൽ ശ്രമിക്കുന്നത്. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ചില കറണ്ട് അഫെയർസ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരിക എന്നുള്ളതാണ്. അതിനുശേഷം എന്ത് ചെയ്യാം, അവസാനം ഇതേ സ്ലൈഡിലേക്ക് നമ്മൾ തിരിച്ചെത്തും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് ഒരുമിച്ച് എങ്ങനെയാണ് ഈ ചോദ്യങ്ങൾക്കൊരു മറുപടി നമുക്ക് എന്ത് ചെയ്യാം, കണ്ടെത്താൻ ശ്രമിക്കാം. ഓക്കെ ആണല്ലോ? വരൂ. ആദ്യമായിട്ട് 2 തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ കാണുക. ഇത് ഈ കഴിഞ്ഞ ASM എക്സാമിൽ ഉൾപ്പെടെ വന്ന ഒരു ചോദ്യമാണ്. എന്തായിരുന്നു? വേൾഡ് എർത്ത് ഡേയെ കുറിച്ച് ആ ചോദ്യം ഉണ്ടായിരുന്നത്. ചോദിച്ചത് എന്തായിരുന്നു? അതിൻ്റെ തീം എന്താണ് എന്നതാണ് ചോദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ കറണ്ട് അഫെയർസ് കോഴ്സിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വ്യക്തമായിട്ട് പഠിപ്പിക്കാറുണ്ട്. പ്രധാനപ്പെട്ട ദിവസങ്ങൾ, പ്രധാനപ്പെട്ട അവാർഡുകൾ, അതുമായി ബന്ധപ്പെട്ട തീം. ഇപ്പോൾ നമ്മളുടെ പ്രധാനപ്പെട്ട സ്പോർട്സ് ഇവൻറ്റുകൾ ഉണ്ടാകും, അതിനൊക്കെ ചില ഭാഗ്യചിഹ്നങ്ങൾ ഉണ്ടാകും, അതിലെല്ലാം ചില തീമുകൾ ഉണ്ടാകും. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സ്ഥിരമായിട്ട് പഠിപ്പിക്കാറുണ്ട്. ഞങ്ങൾ മാത്രമല്ല, മറ്റുള്ളവരും പഠിപ്പിക്കുന്നുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഡയറക്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർസ് ആണ് അല്ലെ. 2025 വേൾഡ് എർത്ത് ഡേയുടെ തീം എന്ത്? ഡയറക്റ്റ് കറണ്ട് അഫെയർസ് ആണ്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഒന്നില്ലെങ്കിൽ പത്രം വായിക്കണം, അല്ലെങ്കിൽ PSC ബുള്ളറ്റിൻ പോലെയുള്ള ഭാഗങ്ങൾ വായിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കോഴ്സിൽ നമ്മൾ എന്ത് ചെയ്യണം, ഭാഗമാകണം. അവിടെ നിന്ന് എന്ത് ചെയ്യണം, നമ്മൾ PDFകളിലൂടെയോ ക്ലാസ്സുകളിലൂടെയോ കേട്ട് നമ്മൾ പഠിക്കണം. ഇപ്പോൾ ഇത് നമ്മളുടെ കറണ്ട് അഫെയർസ് ക്ലാസ്സിൻ്റെ നമ്മൾ PDF നമ്മുടെ കോഴ്സിൽ ചേർന്ന ആളുകൾക്ക് എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ കോഴ്സിൽ കയറിയിട്ട് അവിടെ നിന്ന് PDFും അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റാറുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ടുള്ളത് അല്ലെ. ഈ അടുത്ത് നടന്നിട്ടുള്ള ASM എക്സാമിലൊക്കെ വന്നിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു, മറ്റ് എക്സാമുകളിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ഡയറക്റ്റ് കറണ്ട് അഫെയർ എന്ന് പറയാം. മനസ്സിലാവുന്നുണ്ടോ? ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇത് എന്താണ്, നേരെ കറണ്ട് അഫെയർസ് അങ്ങ് ചോദിക്കുന്നു. ഓക്കെ ആണല്ലോ? അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഇനി അടുത്ത ഒരു ചോദ്യം നോക്കൂ. ഇതെന്താ? പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ അല്ലെ. ഈ കാര്യത്തിൽ നമ്മുടെ പ്രതിരോധ ആക്രമണത്തിനെ കുറിച്ച് രാജ്യത്തിനെ അഭിസംബോധന ചെയ്ത് വിശദീകരിക്കാൻ 2 വനിതാ സൈനിക ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇവരാരെല്ലാം എന്നതാണ് ചോദ്യം. ഇതും നമ്മളെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിനെ സംബന്ധിച്ച് കഴിഞ്ഞ PSC എക്സാമിൽ ഏതെല്ലാം ചോദിച്ചു കറണ്ട് അഫെയർസ്, അത് നമ്മളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഏതാണ്ട് മുഴുവനായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഡയറക്റ്റ്ലി പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതിന്റെ ഉത്തരം എന്താ? 1, 3 ആണ് അല്ലെ. ആരൊക്കെയായിരുന്നു? സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗുമാണ് ഈ 2 ആളുകൾ ഉണ്ടായിരുന്നത്. ഇതും എന്ത് തന്നെയാണ്, ഇതും ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാൻ, വേണമെങ്കിൽ അതായത് ഒരു സൈനികാക്രമണം എന്നുള്ള തലത്തിലൊക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ടെക്നോളജി തലത്തിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിനെ കൊണ്ടുപോകാം. പക്ഷേ സ്റ്റിൽ എന്താണ്, ഒരു ഡയറക്റ്റ് കറണ്ട് അഫെയർസ് ചോദ്യമാണ് അല്ലെ. ഇതിനെ അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഹിസ്റ്ററിയിലോ ജോഗ്രഫിയിലോ പൊളിറ്റിയിലോ അത്തരത്തിൽ അങ്ങനെയൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിനെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കണമെന്ന് ഇല്ല. അപ്പോൾ ഡയറക്റ്റ് കറണ്ട് അഫെയർസ് ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, ഇങ്ങനെ വരാം. ഒന്നാമത്തെ കാര്യം അല്ലെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു തലത്തിലേക്ക് പോയാലോ? നോക്കൂ, ഇത് വന്നത് 2022 സമയത്ത് ഒരു PSCയുടെ കുറച്ച് ചോദ്യങ്ങൾ ഇങ്ങനെ നോക്കി. അത്ര കുറേ അധികം ക്വസ്റ്റ്യൻസ് ഒന്നും കൊണ്ടുവരുന്നില്ല കേട്ടോ, സമയം കളയാൻ വേണ്ടിയിട്ട് നിങ്ങളോട് വളരെ കുഞ്ഞു ചില ഫാക്ടുകൾ പറയാനാണ് ഉദ്ദേശം. അപ്പോൾ ഇത് എപ്പോഴാണ് അറിയോ, ഈ ക്വസ്റ്റ്യൻ നോക്കൂ, 2022 ഡിഗ്രി എക്സാമിൽ വന്നൊരു ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് സന്താൾസ് ഈസ് ഓർ ആർ ട്രൂ? ഇതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് അറിയാം സന്താൾസിനെ കുറിച്ച് ചോദ്യം വന്നാൽ ഇത് നമ്മൾ എവിടെ ഉൾപ്പെടുത്തണം? ഇന്ത്യയുടെ ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ള തലത്തിൽ നമ്മൾ ഇതിനെ ഉൾപ്പെടുത്തണോ, അതോ നമ്മളിതിനെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള തലത്തിൽ നമ്മൾ ഇതിനെ ഉൾപ്പെടുത്തണോ, അതോ ഇതൊന്നുമല്ലാണ്ട് നമുക്ക് വേറൊരു തരത്തിൽ നമ്മൾ നോക്കിയാലോ? എന്താണ്, പൊളിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചില സമയങ്ങളിൽ ചില കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട്, അങ്ങനെ ഉൾപ്പെടുത്തണം. എവിടെ ഉൾപ്പെടുത്തണം? പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇത് ആക്ച്വലി വരാനുള്ള കാരണം ഈ ഒരു സമയത്തായിരുന്നു നമ്മൾ നിലവിലെ രാഷ്ട്രപതിയായിട്ടുള്ള ശ്രീ ദ്രൗപദി മുർമു രാഷ്ട്രപതിയായിട്ട് നിയമിക്കപ്പെട്ടത്. എന്താണ് അതിന്റെ പ്രത്യേകത? അപ്പോൾ എന്താണ് ദ്രൗപദി മുർമുവും ഈ ചോദ്യവുമായിട്ടുള്ള ബന്ധം? കുറെ പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാകും അല്ലെ? എന്താണ്? ശ്രീ ദ്രൗപദി മുർമു സന്താൾ വിഭാഗത്തിൽ നിന്നും വന്നിട്ടുള്ള ഒരു ആളായിരുന്നു. അപ്പോൾ ഈ ചോദ്യം ഇവിടെ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഈ ഒരു എക്സാമിൽ വരാനുള്ള കാരണം, ആ സമയത്ത് സന്താൾ ട്രൈബിനെ കുറിച്ചിട്ടുള്ള ധാരാളമായിട്ടുള്ള ചർച്ചകൾ എന്തുണ്ടായിരുന്നു? ആ സമയത്തുള്ള മിക്കവാറും എല്ലാ എക്സാമിലും എന്താണ്, സന്താൾ ട്രൈബിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ചർച്ചയുണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ ഇതിനെ ഏത് ഗണത്തിൽ പെടുത്തണം? ഇത് ഹിസ്റ്ററി ആണോ അതോ ഇത് ജിയോഗ്രഫി ആണോ? എന്താണിത്? ഏത് വിഭാഗത്തിൽ പെടുത്തണം? ഞാൻ പറയും ഇതെന്താണ്, ഇത് കറണ്ട് അഫയേഴ്സിന്റെ അടിയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഭാഗം കൂടിയാണ്. മറ്റതല്ലെന്നല്ല, കൂടിയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഓർക്കണം. ചോദ്യങ്ങൾ പുതിയ തലത്തിൽ പുതിയ പാറ്റേണിൽ വരുന്നത് ഒരിക്കലും ഡയറക്റ്റ് കറണ്ട് അഫയേഴ്സ് എന്ന് മാത്രം മനസ്സിലാക്കാനല്ല എന്ന് നിങ്ങൾ ഓർക്കുക. ഇനി ഇത് പറയുമ്പോൾ കൂടെ ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് വൈസ് പ്രസിഡന്റ്, ദിവസങ്ങൾക്ക് മുമ്പല്ല മാസങ്ങൾക്ക് മുമ്പാണ് എന്ത് ചെയ്യുന്നത്, വൈസ് പ്രസിഡന്റ് റിസൈൻ ചെയ്യുന്നത് അല്ലെ, ശ്രീ ജഗദീപ് ധങ്കർ റിസൈൻ ചെയ്യുന്നത്. അപ്പോൾ വൈസ് പ്രസിഡന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ഇനിയുള്ള എക്സാമുകളിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, പ്രതീക്ഷിക്കേണ്ടതുണ്ട്. പക്ഷേ അതെന്താണ്, ഒരു പൊളിറ്റി ചോദ്യമായിട്ട് മാത്രമേ ചിലപ്പോൾ പലരും മനസ്സിലാക്കുകയുള്ളൂ, കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ടേ മനസ്സിലാക്കുകയുള്ളൂ അല്ലെ. ഇപ്പോൾ വൈസ് പ്രസിഡന്റ് ഇലക്ട്രൽ കോളേജ് എന്ന രീതിയിൽ എന്ത് ചെയ്യാൻ വരാം, പ്രസിഡന്റിന്റെ ഇലക്ട്രൽ കോളേജ് എന്നൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. വൈസ് പ്രസിഡന്റിനെ പാർലമെന്റ് മാത്രമാണ് തിരഞ്ഞെടുക്കുന്നത് അല്ലെ. അപ്പോൾ എന്ത് ചെയ്യും, രാജ്യസഭയിലെ 233 + 12 ആളുകളും ലോകസഭയിലെ 543 പേരും കൂടി ചേർന്നാണ് എന്ത് ചെയ്യുന്നത്, വൈസ് പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഇലക്ട്രൽ കോളേജ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇലക്ട്രൽ കോളേജ് പ്രസിഡന്റിന്റെ ഇലക്ട്രൽ കോളേജുമായി വ്യത്യാസമുണ്ട്. ചിലപ്പോൾ അതായിരിക്കും ചോദിക്കുക അല്ലെ. ജഗദീപ് ധങ്കറിനെ കുറിച്ച് ചോദിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. പുതിയ വൈസ് പ്രസിഡന്റിനെ കുറിച്ച്, ഉപരാഷ്ട്രപതിയെ കുറിച്ച് ചോദിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. പക്ഷേ ഉപരാഷ്ട്രപതി എന്ന് പറയുന്ന പോസ്റ്റ് ന്യൂസിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് എന്ത് പ്രതീക്ഷിക്കാം, ഇത് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ സ്റ്റേറ്റ്മെന്റ്, ഇപ്പോൾ സന്താൾ എന്ന് പറയുന്ന ട്രൈബിനെ കുറിച്ച് ഇത്രയധികം ചോദ്യങ്ങൾ ചോദിക്കാൻ മാത്രം എന്താണ് പ്രത്യേകിച്ച് ഒരു പ്രത്യേകത ആ സമയത്ത് ഉണ്ടായിരുന്നത്? ഒരൊറ്റ പ്രത്യേകതയുള്ളൂ, ആ ട്രൈബിനെ കുറിച്ച് ന്യൂസിൽ ഉണ്ടായിരുന്നു. അതിന് കാരണം എന്തായിരുന്നു, പുതിയ രാഷ്ട്രപതി ഈ വിഭാഗത്തിൽ നിന്നായിരുന്നു. അതുപോലെ തന്നെ ശ്രീ ജഗദീപ് ധങ്കറിനെ കുറിച്ച് ഈ ഒരു ന്യൂസ്, ഉപരാഷ്ട്രപതി എന്ന് പറയുന്ന ഒരു കാര്യം ന്യൂസിൽ ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള ചോദ്യം വരാം. ഇനി വൈസ് പ്രസിഡന്റിനെ ഇലക്ട് ചെയ്തു അല്ലെ, എത്ര സമയം കൊണ്ട് ഇലക്ട് ചെയ്ത്? രാഷ്ട്രപതിയുടെ പൊസിഷനിൽ ഒഴിവ് വന്നാൽ 6 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, ഇലക്ട് ചെയ്യണമെന്ന് നമുക്കറിയാം അല്ലെ. പക്ഷെ ഉപരാഷ്ട്രപതിയുടെ പോസ്റ്റിൽ അദ്ദേഹത്തിന്റെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഒരു ഒഴിവ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ടോ? ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങനെ വേണമെങ്കിൽ തന്നൂടെ? പറയുന്നില്ല. എന്താ പറയുന്നത്? ആസ് സൂൺ ആസ് പോസിബിൾ എന്നാണ് പറയുന്നത്. ആസ് സൂൺ ആസ് പോസിബിൾ എന്ത് ചെയ്യണം, ഇലക്ഷൻ നടത്തണമെന്നേ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുള്ളൂ. ഇത്ര സമയത്തിനുള്ളിൽ നടത്തണമെന്ന് പറയുന്നില്ല. അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റിന് ഒരു സാലറി ഉണ്ടോ? വൈസ് പ്രസിഡന്റിന് ഒരു സാലറി ഉണ്ടോ? വൈസ് പ്രസിഡന്റിന് ഒരു സാലറി ആയിട്ട് എവിടെയും കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നില്ല. പകരം എന്താണ്, വൈസ് പ്രസിഡന്റ് ആരാണ്? ഡി ഫാക്ടോ ചെയർമാൻ ഓഫ് ദ രാജ്യസഭയാണ്. രാജ്യസഭ ചെയർമാൻ എന്തുണ്ട്, ഒരു ശമ്പളമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇന്നത്തെ പുതിയ രീതിയിലുള്ള PSC എക്സാമുകളിൽ കൺഫ്യൂസ് ചെയ്യാനായിട്ട് തരുന്ന പല സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളുമുണ്ട് അല്ലെ. അത്തരത്തിലുള്ള ഒരു ചോദ്യമായിട്ട് എന്ത് ചെയ്യാം, വേണമെങ്കിൽ വൈസ് പ്രസിഡന്റിന്റെ കാര്യങ്ങൾ ചോദിക്കാം. പറയാൻ ഉദ്ദേശം എന്താ, വൈസ് പ്രസിഡന്റ് ചോദ്യം എന്തായാലും വരും എന്നല്ല ഞാൻ പറയുന്നത്. എന്താ പറയുന്നത്, ചോദിക്കാം. അപ്പൊ ഇത്തരത്തിൽ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്, PSC ചോദ്യങ്ങളാക്കി മാറ്റുന്നുണ്ട്. അത് ഡയറക്റ്റ് ആവണമെന്ന് നിർബന്ധമില്ല. പകരം എന്ത് ചെയ്യാം, നോക്കുമ്പോൾ പൊളിറ്റിയുടെ ചോദ്യമായിട്ട് തോന്നാം, ഹിസ്റ്ററിയുടെ ചോദ്യമായിട്ട് തോന്നാം, ജിയോഗ്രഫിയുടെ ചോദ്യമായിട്ട് തോന്നാം. പക്ഷെ ഇത് എന്തായിരിക്കും, കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധമുണ്ടാകും. ഇനി നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് പോയാലോ? നോക്കൂ, ഇവിടുത്തെ ചോദ്യം എന്താണ്, ഇത് ചോദിച്ച് പിന്നീട് ക്യാൻസൽ ചെയ്തൊരു ചോദ്യമാണ്. എന്നിരുന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതും 2022 സമയത്തെ ഒരു ചോദ്യം, നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ തപ്പിയപ്പോൾ കിട്ടിയതാണ് കേട്ടോ. നോക്കൂ, എന്താ ചോദ്യം? ഹൂ വിൽ എക്സർസൈസ് വീറ്റോ പവർ ഓവർ ഓൾ ദ കീ ആസ്പെക്ട്സ് ഓഫ് GST ഇൻക്ലൂഡിംഗ് റേറ്റ്സ്. GSTയിലെ റേറ്റ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു ചർച്ച വന്നാൽ ആർക്കാണ് വീറ്റോ പവർ ഉണ്ടാവുക എന്നതാണ് ചോദ്യം വന്നിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് പിന്നീട് ക്യാൻസൽ ചെയ്തു.
പക്ഷേ എന്താ ഇവിടെ ഉദ്ദേശിച്ചത്? നമുക്ക് 2022 ന്യൂസുകൾ ഇങ്ങനെ തപ്പിയ സമയത്ത് GST കൗൺസിൽ യോഗം കഴിഞ്ഞ് നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള യൂണിയൻ ഫൈനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള നിർമ്മലാ സീതാരാമൻ ഇത്തവണ ഡിസഗ്രിമെന്റുകളൊന്നും ഉണ്ടായിരുന്നില്ല, നമ്മൾ എല്ലാവരും കൂടി എഗ്രി ചെയ്തുകൊണ്ടാണ് തീരുമാനങ്ങൾ എടുത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനുശേഷം വന്ന എക്സാമുകളിൽ ഈ GST അന്ന് പിന്നീട് എന്താണ്, ചില സംസ്ഥാനങ്ങൾ എതിർപ്പ് പ്രകടിപ്പിച്ചു, ചർച്ചകളായി, അങ്ങനത്തെ കുറേ ന്യൂസുകൾ വന്നു. ആ സമയത്ത് GST കൗൺസിലിലെ വോട്ടിങ്ങിനെ കുറിച്ച് ആർട്ടിക്കിളുകൾ, ന്യൂസ് സൈറ്റുകളിലെ റിപ്പോർട്ടുകൾ ഇതെല്ലാം തുടർച്ചയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവിടെ എന്താ കാര്യം? നമുക്കറിയാം, കേന്ദ്ര ഗവൺമെന്റിന്, ആർക്കാണ്? സെൻട്രൽ ഗവൺമെന്റ് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കും. സെൻട്രൽ ഗവൺമെന്റിന് ഇതിന്റെ മുകളിൽ ഒരു വീറ്റോ ഉണ്ട് എന്നാണ് പറയുന്നത്. ഒഫീഷ്യൽ ഡോക്യുമെന്റ് പ്രകാരം നമുക്ക് അങ്ങനെയാണ് കാണാൻ പറ്റുന്നത്. സെൻട്രൽ ഗവൺമെന്റിന് വീറ്റോ ഉണ്ട്. ഇപ്പൊ ഇവിടെ നോക്കിയാൽ കാണാം, വോട്ടിംഗ് റൈറ്റ്സ് എങ്ങനെയാണ്? 2/3 വോട്ടിംഗ് റൈറ്റ് സംസ്ഥാനങ്ങൾക്കും 1/3 വോട്ടിംഗ് റൈറ്റ് ആർക്കാണ്? സെൻട്രൽ ഗവൺമെന്റിനാണ്. 1/3 എന്ന് വെച്ചാൽ എത്ര പെർസെൻറ്റേജ് ആയി? 33.33% വോട്ട് ഷെയർ ആർക്കുണ്ട്? സെൻട്രൽ ഗവൺമെന്റിനുണ്ട്. ഇനി GST കൗൺസിലിലെ ഏതൊരു തീരുമാനവും എന്ത് ചെയ്യണം? അംഗീകരിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ എത്ര ശതമാനം വോട്ട് വേണം? 75% വോട്ട് കിട്ടണം. 75% കൂടുതൽ വോട്ട് കിട്ടിയാലേ ഏതൊരു തീരുമാനവും പാസ്സാവുകയുള്ളൂ. അതിന്റെ അർത്ഥം എന്താ? 33% വോട്ടുള്ള സെൻട്രൽ ഗവൺമെന്റിന് ഏതൊരു തീരുമാനവും വീറ്റോ ചെയ്യാം. 33.33% എന്ത് ചെയ്യുകയാണ്? സെൻട്രൽ ഗവൺമെന്റ് വീറ്റോ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി സംസ്ഥാനങ്ങളെല്ലാം കൂടി ചേർന്നാലും എത്രയേ കിട്ടുള്ളൂ? 66.67%. ഒരിക്കലും 75% എത്തുകയില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയുമോ എന്ന് അറിയാനാണ് ഈ ചോദ്യം വന്നത്. പക്ഷേ അവർ സെൻട്രൽ ഗവൺമെന്റ് എന്ന് കൊടുത്തില്ല. പകരം മേ ബി അവർ യൂണിയൻ ഫൈനാൻസ് മിനിസ്റ്റർ ആണല്ലോ ചെയർ ചെയ്യുന്നത് GST കൗൺസിൽ, യൂണിയൻ ഫൈനാൻസ് മിനിസ്റ്റർക്ക് എതിർക്കാൻ പറ്റും എന്നായിരിക്കും അവർ ഉത്തരം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷെ ഇതും എന്തായിരുന്നു? ആ സമയത്തെ ന്യൂസ് ആയിരുന്നു. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇനി അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ, വേറൊരു ചോദ്യമാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് എവിടെയായിരുന്നു? യുക്രൈൻ ആക്രമണം റഷ്യ തുടങ്ങിയ സമയത്താണ്. എന്താ? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് അബൌട്ട് ദ വെസ്റ്റേൺ ബൗണ്ടറി ഓഫ് ദ യുക്രൈൻ? അതായത് യുക്രൈൻ്റെ വെസ്റ്റേൺ ബൗണ്ടറിയുള്ള രാജ്യങ്ങൾ ഏത് എന്നാണ് ചോദിക്കുന്നത്. നോക്കൂ, ആദ്യത്തെ 2 ഓപ്ഷനിലും ഏതാണ്? സ്വീഡനും ഉണ്ട്, നോർവേയും വരുന്നുണ്ട് അല്ലേ? സ്വീഡനും നോർവേ എവിടെയാണ് കിടക്കുന്നത് നിങ്ങൾക്ക് ഏതാണ്ട് അറിയുമെന്നുണ്ടെങ്കിൽ, യുക്രൈൻ എവിടെയാണ് കിടക്കുന്നതെന്ന് അറിയുമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓപ്ഷനിലേക്ക് നമുക്ക് സുഖമായിട്ട് എത്താൻ സാധിക്കും. അപ്പോൾ എന്താണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്? നമ്മുടെ ഒരു കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത്? കാര്യം ഇത്രയേ ഉള്ളൂ. കറണ്ട് അഫയേഴ്സ് ചിലപ്പോൾ ജിയോഗ്രഫിയിലേക്കും പൊളിറ്റിയിലേക്കും ഹിസ്റ്ററിയിലും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് മിക്സ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമുക്ക് അവസാന ഭാഗത്തേക്ക് വീണ്ടും വരാം. ഷുഡ് ഐ സ്റ്റഡി കറണ്ട് അഫയേഴ്സ്? ഉത്തരം കിട്ടിയല്ലോ, എ ബിഗ് ഫാറ്റ് യെസ്. കാരണം കറണ്ട് അഫയേഴ്സ് നിങ്ങൾ അറിഞ്ഞാൽ, ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് വെറും ഡയറക്റ്റ് കറണ്ട് അഫയേഴ്സ് ആയിട്ട് മാത്രമല്ല വരുന്നത്. എങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്നു? ഹിസ്റ്ററിയുമായി ചേർത്ത്, പൊളിറ്റിയുമായി ചേർത്ത്, ജിയോഗ്രഫിയുമായി. വേൾഡ് ജിയോഗ്രഫി ക്വസ്റ്റൻ ആയിരുന്നോ അത്? വേണമെങ്കിൽ പറയാം വേൾഡ് ജിയോഗ്രഫി ക്വസ്റ്റൻ ആയിരുന്നു. പക്ഷെ ശരിക്കും വേൾഡ് ജിയോഗ്രഫി ക്വസ്റ്റൻ ആയിരുന്നോ യുക്രൈൻ്റെ അതിർത്തി? ആയിരുന്നില്ല. എന്തായിരുന്നു അതെന്ന് പറയുന്നത്? ഇപ്പോൾ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഭവം, ഒരു ജിയോഗ്രഫിക്കൽ ഏരിയ. ആ ജിയോഗ്രഫിക്കൽ ഏരിയ നിങ്ങൾക്ക് ഏതെല്ലാം രാജ്യം, ഇപ്പൊ പോളണ്ടിന്റെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു അല്ലെ? പോളണ്ടിന്റെ പ്രസിഡന്റ് യുക്രൈന് അനുകൂല നിലപാടല്ല എടുത്തിട്ടുണ്ടായിരുന്നു. എപ്പോഴും ന്യൂസിലുണ്ടായിരുന്നു പോളണ്ട് എന്തായിരുന്നു? റഷ്യക്ക് പ്രോ ആയിട്ടുള്ള ഒരു നിലപാടെടുക്കുന്നുള്ള കുറേ ന്യൂസിലുണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ രീതിയിലുള്ള കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് എവിടെയാണത് ഈ പോളണ്ട് എന്ന ഇത്ര പ്രശ്നം യുക്രൈനുമായിട്ട് എവിടെയാണത് കിടക്കുന്നത് ഒന്ന് നോക്കാൻ തോന്നണം. ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ആ ആൻസർ എന്ത് ചെയ്യും? എഴുതാനായിട്ട് സാധിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ഫിൻലാൻഡ് ഉൾപ്പെടെ അല്ലെ എന്ത് ചെയ്യുന്നുണ്ട്? നാറ്റോയിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ടായിരുന്നു അല്ലെ? അപ്പോൾ എവിടെയാണ് ഈ ഫിൻലാൻഡ്? എവിടെയാണ് സ്വീഡൻ അല്ലെ? എവിടെയാണ് ഇത് കിടക്കുന്നത് എന്നൊരു ഐഡിയ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഉണ്ടാക്കാനായിട്ട് തോന്നണമായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ചോദ്യങ്ങളായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹൗ ഷുഡ് ഐ പ്രിപ്പയർ? നോക്കൂ, ഈ കാര്യങ്ങളെല്ലാം ഏതെങ്കിലും PDF എല്ലാവരും തരുമോ? മനസ്സിലാവുന്നുണ്ടോ? തരാൻ സാധ്യതയുണ്ടോ? ദ്രൗപദി മുർമുവിനെ കുറിച്ച് ചിലപ്പോൾ ഒരു കാര്യം ഉണ്ടാവും, സന്താൾ ഉണ്ടാവും. സന്താൾ ട്രൈബിനെ കുറിച്ച് കൂടി ഒരു PDF നിങ്ങൾക്ക് തരാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടോ? PSCയുടെ ഏതെങ്കിലും എന്താ പറയുക PDF അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലാസ്സുകളിലെ PDF നിർബന്ധമായും കിട്ടണമെന്നുണ്ടോ? നിർബന്ധമായും കിട്ടണമെന്നില്ല അല്ലെ? ചിലപ്പോൾ എന്ത് ചെയ്യാം? ചില ആളുകൾ അത് കൂടി ശ്രദ്ധിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എന്ത് ചെയ്യും? സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. ഈസ് PDF ഇനഫ്? എപ്പോഴും ആവണമെന്നില്ല. നമ്മൾ എപ്പോഴും അക്കാഡമിക്സിൽ നമ്മൾ പറയുന്ന കാര്യമാണ്. നമ്മൾ പഠിപ്പിക്കുന്നതിൻ്റെ ഒക്കെ PDF തരുന്നുണ്ട്. എക്സ്ട്രാ മെറ്റീരിയൽസ് എന്തെങ്കിലും ടെലിഗ്രാം ഗ്രൂപ്പ് വഴി തരാൻ ശ്രമിക്കാറുണ്ട്. ഇതൊക്കെ തരാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി നിങ്ങൾ ഉണ്ടാക്കുന്ന നോട്ട്സ് ആണ് നിങ്ങളെ പരീക്ഷയ്ക്ക് മുമ്പുള്ള ഒരു 10 ദിവസം 15 ദിവസം മുമ്പ് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിൻ്റെ സമയം പടിവാതിലെത്തി നിൽക്കുന്ന സമയത്ത് പലരും പറയുന്നുണ്ട്, അയ്യോ എല്ലാ PDF വായിച്ചെത്തുന്നില്ല,
നിങ്ങളുടെ കയ്യിൽ ഞങ്ങൾ പറഞ്ഞ പോലെ ഒരു നോട്ട് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, നമ്മൾ പറയാറുണ്ടല്ലേ നോട്ട് മേക്കിങ്ങിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ തന്നെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് നിങ്ങൾക്ക് അല്ലേ. എങ്ങനെ നോട്ട് ഉണ്ടാക്കണം, നോട്ട് ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഭാവിയിലേക്ക് കണ്ടുകൊണ്ട് എങ്ങനെ നോട്ട് ഉണ്ടാക്കണം, മുഴുവൻ പറഞ്ഞു തന്നൊരു ഒരു ക്ലാസ് നിങ്ങൾക്ക് ഓൾറെഡി ഞങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അത് ഡിവൈഡ് ചെയ്യാൻ നമ്മൾ എങ്ങനെയാണ് ഒരു പേജ് ഡിവൈഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ് പറഞ്ഞു തന്നിട്ടുണ്ട്. എഴുതുക, എക്സ്ട്രാ വരുന്നത് ചേർക്കാനുള്ള സ്പേസ് വിടുക, അവിടെ എന്ത് ചെയ്യുക, ബാക്കി കാര്യങ്ങൾ ആഡ് ചെയ്യുക. ദ്രൗപദി മുർമുവിനെ കുറിച്ച് മാത്രം നിങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സന്താളിനെ കുറിച്ച് എഴുതാൻ പറ്റും. പിന്നെ ഒരു സ്ഥലത്ത് സന്താൾ ഗ്രൂപ്പിന്റെ പ്രത്യേകതകൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് അത് ഇവിടെ പുറത്ത് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാൻ സാധിക്കും. ഈ രീതിയിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ കറണ്ട് അഫയേഴ്സ് പഠിക്കുക എന്നുള്ളത് ചേഞ്ച് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. അത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ മറ്റ് വിഷയങ്ങളുമായി ചേർത്ത് പഠിക്കേണ്ടിയിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഉപരാഷ്ട്രപതിയെ കുറിച്ചുള്ള ഒരു ന്യൂസ് നിങ്ങൾ പേപ്പറിൽ കണ്ടാൽ നിങ്ങൾ ആലോചിക്കണം, ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെ, രാജിവെച്ചു ആർക്ക് രാജി സമർപ്പിക്കും, പ്രസിഡന്റ് ആർക്ക് രാജി സമർപ്പിക്കും, പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയാണ്. പ്രസിഡന്റ് രാജിവെക്കുമ്പോൾ ആർക്കാണ് പക്ഷേ, CJIക്കാണോ കൊടുക്കുന്നത്? അല്ല, ഉപരാഷ്ട്രപതിക്കാണ് പ്രസിഡന്റ് രാജിവെക്കുകയാണെങ്കിൽ രാജിക്കത്ത് കൊടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഉപരാഷ്ട്രപതി എങ്ങനെയാണ്, ആ രീതിയിൽ എങ്ങനെ പ്രത്യേകത. പിന്നെ ഞാൻ പറഞ്ഞു അല്ലേ, സാലറി ഉണ്ടോ? ഉപരാഷ്ട്രപതിക്ക് സാലറി ഇല്ല. ഇത്ര സമയത്തിനുള്ളിൽ തിരഞ്ഞെടുക്കപ്പെടണമെന്നുണ്ടോ? ഇല്ല. അപ്പൊ ഈ പ്രത്യേകതകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഉപരാഷ്ട്രപതിയെ കുറിച്ചുള്ള ന്യൂസ് വന്നാൽ നമ്മൾ ഒന്ന് വായിച്ചിട്ട് പോകണം. എത്ര സമയം എടുക്കും? ഒരു 4 മിനിറ്റ് 5 മിനിറ്റ് എടുക്കും പൊളിറ്റിയുടെ ആ ഭാഗം വായിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ കണക്ട് കറണ്ട് അഫയേഴ്സ് വിത്ത് തിയറി പേപ്പർ, ബിക്കോസ് PSC അത് ഓൾറെഡി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. കറണ്ട് അഫയേഴ്സ് അപ്പോൾ എന്ത് ചെയ്യണം, ഈ രീതിയിൽ തന്നെ പഠിക്കണം. നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ പഠിപ്പിക്കാറുണ്ട്, എക്സാം കഴിഞ്ഞാൽ ഇത്രയും ചോദ്യങ്ങൾ വന്നു കേട്ടോ എന്ന് നമ്മൾ പറയാറുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് പഠിക്കാം, അത് മുഴുവൻ മനസ്സിലാക്കുക. അതിനോടൊപ്പം നിങ്ങൾ കൂടി എന്ത് ചെയ്യണം, ഒരു എഫേർട്ട് ഇടണം എന്ന് പറയാൻ വേണ്ടി കൂടിയാണ് ഈ സമയത്ത് വളരെ ചുരുങ്ങിയ ക്ലാസ് ആണെങ്കിലും ഇവിടേക്ക് വന്നത്. സോ നല്ലതുപോലെ എന്ത് ചെയ്യുക, കറണ്ട് അഫയേഴ്സും കൂടി ചേർത്ത് പഠിക്കുക. തിയറി പഠിക്കുമ്പോൾ മിക്സ് ചെയ്ത്, ഇന്റർലിങ്ക് ചെയ്ത്, ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് പഠിക്കാൻ ശ്രമിക്കുക. താങ്ക് യു എവരിവൺ.